ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, നന്നായി ഉറങ്ങിയതിന് ശേഷം വണ്ടി ഓടിക്കണം. KSRTC തന്നെ ഞങ്ങൾ ഈ ജീവനക്കാർക്ക് കിടക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്നു, പാലക്കാട് നില ഉദ്ഘാടനം ചെയ്തു, കരുനാഗപ്പള്ളിയിൽ വന്നു. പിന്നെ തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ സംഭവമാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 4 വ്യക്തികൾ ഒരുമിച്ചൊരു അപകടത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്രാഥമികമായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആ റൂട്ടിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ശബരിമല സീസണാണ്, ആയിരക്കണക്കിന് വണ്ടികളാണ് അതുവഴി കടന്നു പോകുന്നത്. അപ്പോൾ വളരെ അവരവർ സൂക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ഉറക്കം വന്നാൽ ഉറങ്ങുക എന്നുള്ളൊരു ഡ്രൈവിംഗ് സംസ്കാരം നമുക്കുണ്ടാകണം. പക്ഷേ ആ വീടിനോട് അടുത്തെത്തിയിട്ടാണ് ഈ അപകട സമയം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്ന് കാണും. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, 7 കിലോമീറ്ററേ ഉള്ളൂ, വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം എന്ന് കരുതി കാണും. അതായിരിക്കും അപകടത്തിൻ്റെ കാരണം. പക്ഷേ ഇത് ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമികമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ പോലീസിൻ്റെയും വിലയിരുത്തൽ.